ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കരുതുന്നു. നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് കേട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി പഴം കൊണ്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അധികം എണ്ണ ഒന്നും ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത് 3 ബനാനയാണ്. അത് സ്ലൈസായിട്ട് നിങ്ങളിഷ്ടത്തിന് വലുതാക്കി സ്ലൈസ് ചെയ്യണേ അങ്ങനെ ചെയ്യുക, ചെറുതാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 2 എഗ്ഗും കൂടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. അത് കുറച്ച് നമുക്കിങ്ങനെ ഇപ്പം നമ്മളെ പഴംപൊരി ഇങ്ങനെ നന്നായിട്ട് അതിൽ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു പ്ലേറ്റിൽ നന്നായിട്ട് നിരത്തിയിടുക. പിന്നെ വേണ്ടത് സേമിയയാണ്. അപ്പോൾ വറുത്ത സേമിയ തന്നെ എടുത്താൽ മതി. ഇനി നമ്മൾ സ്ലൈസ് ചെയ്തിരുന്ന ബനാന ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, കൂടുതൽ വേണ്ട. ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ എടുക്കുക, അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മൾ അരിഞ്ഞ് വെച്ച ബനാന നമ്മൾ മൈദപ്പൊടിയിൽ നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ശേഷം എഗ്ഗിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സേമിയയില്ലേ അതിലും ഒന്ന് മുക്കിയെടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ പാനിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബനാന ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്തിയെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് മൊസല്ല ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ആ മൊസല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഴുത്ത ബനാന തന്നെ എടുക്കുക. അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും പഴുക്കാത്ത ബനാന എടുക്കരുത്. നല്ല പഴുത്തൊരു ബനാന ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ മൊസല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ആ ബനാന ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അധികം നമ്മൾ ഓയിലും ഒന്നും ചേർക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒരിക്കലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.